സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് ചടങ്ങ് നടക്കുക രാഷ്ട്രപതി ഭവനിൽ. പ്രധാനമന്ത്രിക്കൊപ്പം ധനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും പ്രധാന ഘടക കക്ഷികളുടെ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. ചടങ്ങിന് സാക്ഷിയായി അയൽ രാജ്യങ്ങളിലെ തലവന്മാരും. മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സുരക്ഷ ശക്തമാക്കി പോലീസ്. രാഷ്ട്രപതി ഭവന് ചുറ്റും ത്രിതല സുരക്ഷാ സംവിധാനം. ഡൽഹി LCTക്ക് മുകളിലൂടെയുള്ള യാത്രയ്ക്കും നിരോധനം. സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ പ്രത്യേക കൺട്രോൾ റൂമുകൾ. മൂന്നാം തവണയും പ്രധാനമന്ത്രി പദത്തിലെത്തിയ നരേന്ദ്രമോദിക്ക് അഭിനന്ദനവുമായി ഇലോൺ മസ്ക്. സമൂഹ മാധ്യമമായ എക്സിലാണ് മസ്കിന്റെ അഭിനന്ദനം. ടെസ്ല അടക്കമുള്ള തന്റെ കമ്പനികൾക്ക് ഇന്ത്യയിൽ കൂടുതൽ ആവേശത്തോടെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് മസ്ക് പ്രത്യാശ പ്രകടിപ്പിച്ചു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ രാജിനിർദ്ദേശം തള്ളി അമിത്ഷാ. ഫട്നാവിസ് രാജിസന്നദ്ധ പ്രകടിപ്പിച്ചത് മഹാരാഷ്ട്ര ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ NDAയുടെ മോശം പ്രകടനത്തെ തുടർന്ന്. രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്നും മഹാരാഷ്ട്ര സർക്കാരിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും ഫട്നാവിസിന് അമിത്ഷായുടെ നിർദ്ദേശം. TDP നേതാവ് ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞ ജൂൺ 12-ന്. നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള NDA നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. 1995 മുതൽ 2004 വരെ അവിഭക്ത ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായിരുന്നു ചന്ദ്രബാബു നായിഡു. തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ച ശേഷമുള്ള തെരഞ്ഞെടുപ്പിലും ചന്ദ്രബാബു നായിഡു ആന്ധ്ര മുഖ്യമന്ത്രിയായി. ഇത്തവണ ആന്ധ്രയിലെ ആകെയുള്ള 175 സീറ്റിൽ 134 സീറ്റിലും ജയിച്ചാണ് TDP അധികാരത്തിലെത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മാൻ ഓഫ് ദി മാച്ച് രാഹുൽ ഗാന്ധി എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ. ലോക്സഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ഏറ്റെടുക്കണമെന്നും BJPയുടെ അഹങ്കാരത്തിനും ഏകാധിപത്യ ഭരണശൈലിക്കും ജനങ്ങൾ നൽകിയ തിരിച്ചടിയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ തോൽവിയെന്നും തരൂർ. ജോലിക്ക് പകരം ഭൂമി അഴിമതി കേസിൽ RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ് ഉൾപ്പെടെ 78 പേർക്കെതിരെ അന്തിമ കുറ്റപത്രം സമർപ്പിച്ച് CBI. ലാലുവിന്റെ ഭാര്യ റാബ്രി ദേവി, മകനും ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവ് തുടങ്ങിയവരും കേസിലെ പ്രതികൾ. 38 ഉദ്യോഗാർത്ഥികരും പ്രതിപട്ടികയിൽ. കുറ്റപത്രം പരിഗണിക്കുക അടുത്ത മാസം 6-ന്. ഛത്തീസ്ഗഡിൽ നക്സലുകളും സുരക്ഷാ സേനയും ഏറ്റുമുട്ടി. 7 നക്സലുകളെ വധിച്ചു. 3 സൈനികർക്ക് പരിക്ക്. ആയുധങ്ങൾ കണ്ടെടുത്തെന്നും തിരച്ചിൽ പുരോഗമിക്കുന്നതായും സുരക്ഷാ സേന. ഏറ്റുമുട്ടൽ നാരായൺപൂർ ദന്തേവാഡ മേഖലയിൽ. ഭൂമി കൈവശപ്പെടുത്താൻ വീടിന് തീവെച്ചു. സമാജ്വാദി പാർട്ടി MLA ഇർഫാൻ സോളങ്കി അടക്കം 4 പേർക്ക് ജയിൽ ശിക്ഷ. 7 വർഷം തടവും 20,000 രൂപ പിഴയും വിധിച്ച് കോടതി. സോളങ്കിക്ക് MLA പദവിയും നഷ്ടമായേക്കും. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കടുത്ത വിമർശനം. വിമർശനങ്ങളോട് അസഹിഷ്ണുത പാടില്ല, ഇല്ലെങ്കിൽ പാർട്ടി ഉണ്ടാകില്ല. ആത്മവിമർശനവും തിരുത്തലും വേണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അഭിപ്രായം. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെയും വിമർശനം. കേഡർ വോട്ടുകളിൽ ചോർച്ചയുണ്ടായി. ചിലർ വിട്ടുനിന്നു. BJPയിലേക്കും വോട്ടുകൾ പോയെന്നും സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തൽ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശത്തിൽ പ്രതികരിച്ച് യാക്കോബായ സഭ മുൻ നിരണം ഭദ്രസനാധിപൻ ഗീവർഗീസ് മാർ കുറിലോസ. തർക്കുത്തരത്തിന് വേണ്ടിയല്ല താൻ വിമർശനം ഉന്നയിച്ചതെന്നും ആശയങ്ങളിൽ ഏറ്റുമുട്ടാമെന്നല്ലാതെ തനിക്കെതിരെ വ്യക്തിപരമായി നടത്തിയ പരാമർശങ്ങളിൽ പ്രതികരിക്കാനില്ലെന്നും കുറിലോസ്. ആർക്കും ആരെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം രാജ്യത്തുണ്ടെന്നും ഓർമ്മപ്പെടുത്തൽ.
തൃശൂർ DCC ഓഫീസിലെ തമ്മിൽ തല്ലിൽ ഇടപെട്ട് സംസ്ഥാന നേതൃത്വം. അന്വേഷണത്തിന് ഉത്തരവിട്ട് KPCC. ഇടപെടൽ KC വേണുഗോപാലിന്റെ നിർദ്ദേശത്തെ തുടർന്ന്. പരിക്കേറ്റ DCC സെക്രട്ടറി സജീവ് കുര്യച്ചിറയുടെ മൊഴിയെടുത്ത് പോലീസ്. CMRL എക്സാലോജിക് ദുരൂഹ ഇടപാടിലെ ചോദ്യം ചെയ്യലിന്റെ CCTV ദൃശ്യങ്ങൾ ED സൂക്ഷിച്ചു വെക്കണമെന്ന് ഹൈക്കോടതി. ഹർജിയിൽ തീരുമാനമുണ്ടാകും വരെ ഹർജിക്കാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കില്ലെന്ന് ED. ജീവനക്കാരുടെ ഹർജി 21-ന് കോടതി വീണ്ടും പരിഗണിക്കും. തലയോട്ടി വേറിട്ട് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി. മൃതദേഹത്തിന് 10 ദിവസത്തെ പഴക്കമുണ്ട്. മൃതദേഹം കണ്ടെത്തിയത് കൊല്ലം അഞ്ചൽ ആനവട്ടശാൽ വനമേഖലയിൽ വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ്. കോട്ടയം ജില്ലയിലെ 4 പഞ്ചായത്തുകളിൽ വളർത്തുപക്ഷികളുടെ വിൽപ്പനയ്ക്ക് വിലക്ക്. താറാവ്, കോഴി, കാട എന്നിവയുടെ വിൽപ്പനയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് കുമരകം, ആർപ്പൂക്കര, ഐമനം, വെച്ചൂർ പഞ്ചായത്തുകളിൽ. നിയന്ത്രണം ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പഞ്ചായത്ത് 9-ാം വാർഡിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ. കങ്കന റണാവത്തിനെ തല്ലിയ CISF ഉദ്യോഗസ്ഥയ്ക്ക് ആദരം. സസ്പെൻഷനിലായ കുൽവീന്ദർ സിംഗിനെ സ്വീകരിക്കാനൊരുങ്ങി ഹരിയാനയിലെ കർഷകർ. നഗരത്തിലെ യോഗം ചേർന്ന് പ്രമേയം പാസാക്കി. കുൽവീന്ദറിന്റെ അടി സമുദായത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കുള്ള ശക്തമായ സന്ദേശമെന്ന് വിലയിരുത്തൽ. സെലൻസ്കിയോട് ക്ഷമാപണം നടത്തി US പ്രസിഡന്റ് ജോ ബൈഡൻ. ക്ഷമാപണം യുക്രൈനിലേക്കുള്ള സഹായ പാക്കേജ് വൈകുന്നതിനെ തുടർന്ന്. ബൈഡന്റെ പ്രതികരണം ഉക്രൈനിനായി പുതിയ സഹായ പാക്കേജ് പ്രഖ്യാപിക്കുന്നതിനിടെ. കുട്ടികൾക്കെതിരായ അതിക്രമം കരിമ്പട്ടികയിൽ ഇസ്രായേൽ സൈന്യവും. പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഐക്യരാഷ്ട്ര സംഘടന. നടപടി ഗാസയിൽ 16,000-ഓളം കുട്ടികൾ കൊല്ലപ്പെട്ടതോടെ. ഇസ്രായേലിന് മേൽ ആയുധ ഉപരോധം ഏർപ്പെടുത്തിയേക്കും. ഡെൻമാർക്ക് പ്രധാനമന്ത്രിക്ക് നേരെ ആക്രമണം. വനിതാ പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സിനെ ആക്രമിച്ചത് കോപ്പൻഹേഗൻ നഗരമധ്യത്തിൽ വെച്ച്. അക്രമിയെ പിടികൂടിയതായി പോലീസ്. ആക്രമണം യൂറോപ്യൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ. കഴിഞ്ഞ ദിവസം അക്രമിയിൽ നിന്ന് വെടിയേറ്റ സ്ലൊവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫീക്കോ സുഖം പ്രാപിച്ചു വരുന്നതായി റിപ്പോർട്ടുകൾ. ദുബായിലെ എല്ലാ പൊതു ബീച്ചുകളിലും പ്രവേശനത്തിന് നിയന്ത്രണം. പ്രവേശനം കുടുംബങ്ങൾക്ക് മാത്രം. നടപടി ഈദുൽ ഫിത്തർ അവധി പ്രമാണിച്ച്. ദുബായ് മുനിസിപ്പാലിറ്റി സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്. നാട്ടുകാർക്കും സന്ദർശകർക്കും ഉയർന്ന ജീവിത നിലവാരം ഉറപ്പാക്കുക ലക്ഷ്യം. UAEയിൽ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് 4 ദിവസം അവധി പ്രഖ്യാപിച്ച് മനുഷ്യ വിഭവശേഷി മന്ത്രാലയം. ചെറിയ പെരുന്നാൾ അവധി എല്ലാ തൊഴിലാളികൾക്കും ശമ്പളത്തോടുകൂടി. അവധി ജൂൺ 27 മുതൽ 30 വരെ. T20 ലോകകപ്പിൽ ഇന്ത്യയുടെ 2ാം മത്സരം നാളെ. എതിരാളികൾ പാകിസ്ഥാൻ. മത്സരം രാത്രി 8 മണിക്ക് ന്യൂയോർക്കിലെ റിസാവു കൗണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ. ഇന്ത്യ ഇറങ്ങുന്നത് അയർലൻഡിനെതിരെ നേടിയ മികച്ച വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ. കഴിഞ്ഞ മത്സരത്തിൽ അമേരിക്കയോട് ഞെട്ടിക്കുന്ന തോൽവിയുടെ ക്ഷീണത്തിലാണ് പാകിസ്ഥാൻ. ശിവം ദൂബെ പന്തെറിയുന്നില്ലെങ്കിൽ സഞ്ജുവിനെ കളിപ്പിക്കണമെന്ന് സഞ്ജയ് മഞ്ജുരേക്കർ. സഞ്ജുവിന്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചത് അവസാന മത്സരങ്ങളിലെ മോശം ഫോമെന്നും മഞ്ജുരേക്കർ. T20 ലോകകപ്പിൽ ഇന്ത്യയുടെ അടുത്ത മത്സരം ജൂൺ 9-ന് പാകിസ്ഥാനെതിരെ. മത്സരം ന്യൂയോർക്കിലെ പുതിയ സ്റ്റേഡിയത്തിൽ. ഇന്ത്യൻ സമയം രാത്രി 8 മണിയോടെയാണ് മത്സരം. ലോകകപ്പിൽ കളിക്കുന്നത് സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കി സൂപ്പർ താരം ലയണൽ മെസ്സി.
എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല. ആരോഗ്യപരമായി സജ്ജമാണെങ്കിൽ 2026 ലോകകപ്പിലും കളിക്കണമെന്നാണ് ആഗ്രഹം. നന്നായി കളിക്കാൻ ശരീരം ഇപ്പോൾ അനുവദിക്കുന്നുണ്ട്. സഹതാരങ്ങൾക്കൊപ്പം മികച്ച മത്സരങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇനിയും കളത്തിലുണ്ടാകുമെന്നും താരം. യൂറോ കപ്പ് തിരിച്ചുപിടിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഫോമിലൂടെ കഴിയുമെന്ന് പോർച്ചുഗൽ പരിശീലകൻ റൊബാർട്ടോ മാർട്ടിനസ്. ക്രിസ്ത്യാനോ ഫുട്ബോൾ ലോകത്തെ വ്യത്യസ്തനായ താരമാണെന്നും മാർട്ടിനസ്. യൂറോ കപ്പ് ഫുട്ബോളിന് തുടക്കമാകുക ജൂൺ 15-ന് ജർമ്മനിയിൽ. പോർച്ചുഗൽ അവസാനമായി യൂറോ കപ്പ് നേടിയത് 2016. ഫ്രഞ്ച് ഓപ്പണിനിടെ പരിക്കേറ്റ് സൂപ്പർ താരം നൊവാക് ജോക്കോവിച്ചിന്റെ ശസ്ത്രക്രിയ വിജയകരം. കാൽമുട്ടിൽ പരിക്കേറ്റത് 4ാം റൗണ്ട് മത്സരത്തിനിടെ. ടൂർണമെന്റ് അവസാനിക്കുന്നതോടെ ജോക്കോവിച്ചിന്റെ ലോക 1-ാം നമ്പർ പദവി നഷ്ടമാവും. 25ാം ഗ്രാൻഡ് സ്ലാം കിരീടമെന്ന ജോക്കോവിച്ചിന്റെ പ്രതീക്ഷയ്ക്കും മങ്ങൽ. കരിയറിലെ ആദ്യ ഫ്രഞ്ച് ഓപ്പൺ ഫൈനലിൽ ഏറ്റുമുട്ടാനൊരുങ്ങി കാർലോസ് അൽക്കരാസും അലക്സാണ്ടർ സ്വരേവും. റോളൻ ഗാരോസിലെ ഫൈനൽ പോരാട്ടം ഞായറാഴ്ച. 27-കാരനായ ജർമ്മൻ താരം സ്വരേവ് ലക്ഷ്യമിടുന്നത് ആദ്യ ഗ്രാൻഡ് സ്ലാം കിരീടം. 21-കാരനായ സ്പാനിഷ് താരം അൽക്കരാസ് ലക്ഷ്യമിടുന്നത് 3ാം ഗ്രാൻഡ് സ്ലാം കിരീടം. ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസിൽ തുടർച്ചയായ 3ാം ഫൈനലിൽ പ്രവേശിച്ച് ഇഗ സ്വിയാറ്റെക്. പോളണ്ടിന്റെ ലോക 1-ാം നമ്പർ താരമായ സ്വിയാറ്റെക് റോളണ്ട് ഗാരോസിൽ കലാശപ്പോരിന് ടിക്കറ്റ് വാങ്ങുന്നത് തുടർച്ചയായ 3ാം വർഷം. ഇന്ന് നടക്കുന്ന ഫൈനലിൽ സ്വിയാറ്റെക്കിന്റെ എതിരാളി 12ാം സീഡ് ഇറ്റലിയുടെ ജാസ്മിൻ പൗലിനി. ഇന്ദ്രൻസും മുരളി ഗോപിയും കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന കനകരാജ്യത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ചിത്രം തിയേറ്ററുകളിലെത്തുക അടുത്ത മാസം 5-ന്. അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ ചിത്രം നിർമ്മിക്കുന്നത് വിനായക അജിത്ത. സാഗറാണ് സംവിധായകൻ. ആഗോള ബ്രാൻഡായ HTCയുടെ പുതിയ മോഡൽ മൊബൈൽ ഫോൺ ഈ മാസം 12-ന് പുറത്തിറങ്ങുക HTC U24 സീരീസ്. ഇതോടൊപ്പം ഉണ്ടാകുക അതേ മോഡലിന്റെ പ്രോ സീരീസും. പുതിയ മോഡൽ 32 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയും 128 GB സ്റ്റോറേജും 8 GB റാമും അടങ്ങുന്നത്. വില സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തുവിടാതെ കമ്പനി.